السلام عليكم ورحمة الله وبركاته. محلي الجزء الثاني كتاب الحج. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله ما بعد. അപ്പോൾ മുഅസ്സിറിന് അതുപോലെ തന്നെ ഭാര്യയെ ഭർത്താവിന് ഒക്കെ എന്താക്കാം, തഹല്ലുലാക്കാം എന്നാണ് പറഞ്ഞത്. ഇസ്സാർ ചെയ്താൽ അവനും എന്താക്കാം, തഹല്ലുലാവാം. അത് തടഞ്ഞാൽ, ഹജ്ജിന് പോകാൻ സമ്മതിക്കാതെ തടഞ്ഞാൽ, എന്തെങ്കിലും പ്ലെയിൻ പ്രശ്നം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ തടഞ്ഞാൽ എന്താക്കാം, തഹല്ലുലാവാം. ഇങ്ങനെ തഹല്ലുലായാൽ എന്താ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു, അറിവ് നടത്തണം എന്നൊക്കെ പറഞ്ഞു. അറിവ് നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ മറ്റെന്താ ചെയ്യണം, ഭക്ഷണം കൊടുക്കണം, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇനി പറയാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെ കഴിഞ്ഞു പോന്നാൽ പിന്നെ ഹജ്ജ് പിന്നെന്താണ്, ഖളാ വീട്ടൽ എന്താണ് നിർബന്ധമാണോ? ഈ ഹജ്ജ് ഖളാ വീട്ടണോ? തടഞ്ഞു പോന്നല്ലോ, പോകാൻ പറ്റിയില്ലോ, പോകാൻ വൈക്കന്ന് തിരിച്ചു പോന്നല്ലോ. ഈ ഹജ്ജ് ഞാൻ ഖളാ നിർബന്ധമാണോ എന്ന ചർച്ച നടക്കാൻ പോകുന്നത്. വലാ ഖളാ അൽ മുഅസ്സിറിൽ മുതത്തവ്വി, സുന്നത്തായ മുഅസ്സിറിന്റെ മേലിൽ എന്തില്ല കേട്ടോ. സുന്നത്തായ ഹജ്ജാണ്, ഹജ്ജിന് പോയതാണ്, അങ്ങനത്തവന് ഖളാ ഇല്ല എന്നാണ് മുഅസ്സിറിന്റെ മേലിൽ. മുതത്തവ്വിയായ മുഅസ്സിറിന്റെ മേലിൽ അപ്പോൾ ഫർള അല്ല, സുന്നത്തായ ഹജ്ജിന് പോയതായിരുന്നു, ഒരു ഹജ്ജൊക്കെ ചെയ്തതാണ്, ഇനി രണ്ടാമത്തെ ഹജ്ജിന് പോയതാണ്, അതിലാണ് തടവ് വന്നത്. ആ തടവിൻ്റെ നേരത്ത് ഞാൻ എന്താക്കുക, അന്ന് തഹല്ലുലായി പോന്നു. ഇനി ഞാൻ ആ ഹജ്ജ് നിർബന്ധമാണോ? ഇല്ല. ഇതാ തഹല്ലുലായാൽ ലാദമി ബുറൂദി, അങ്ങനെ വാരിതായി വന്നിട്ടില്ല, ഖളാ വാരിതായി വരാത്തത് കൊണ്ട് തന്നെ ഖളാ വീട്ടേണ്ട ആവശ്യമില്ല. ഇനി നോക്കണം, ഫൈൻകാന നുസ്കു ഫർളൻ മുസ്തഖിറൻ, ഓന് ആദ്യത്തെ ഹജ്ജിന് പോവുകയാണ്, അവന് ഫർള് മുസ്തഖിറാണ്. അവന് ഫർളായ ഹജ്ജ്, അവൻ എല്ലാ കഴിവും ഒത്തുകയാണ്, എല്ലാ ചാൻസും ഒത്തതിൻ്റെ ശേഷം ഹജ്ജിന് പോവുകയാണ്. ഇങ്ങനത്തെ ഹജ്ജാണെങ്കിൽ ഫൈൻകാന നുസ്കാണെങ്കിൽ ഫർളൻ മുസ്തഖിറാണെങ്കിൽ അലി, അവൻ്റെ മേലിൽ ഇസ്തിഖ്റാറായതാണ്, സ്ഥിരമായതാണ്, അവൻ്റെ മേലിൽ എന്തായതാണ്, നിബന്ധനായി വന്ന ഫർള് ആയ ഹജ്ജാണ്. ഹജ്ജത്തുൽ ഇസ്ലാം പോലെ ബഅദ സനത്തിൽ ഊലാ മിനൻ സിന്നയിൽ ഇംകാൻ, ഇംകാൻ്റെ ആ വയസ്സായി, അതായത് സാധ്യമാവുന്ന വയസ്സായ ശേഷം 1-ാം കൊല്ലം കഴിഞ്ഞു. ആ വയസ്സായി 1 കൊല്ലം കഴിഞ്ഞതിൻ്റെ ശേഷം എല്ലാ ചാൻസും ഉണ്ട്, അവൻ്റെ അടുത്ത് എന്ത് പൈസയുള്ള എല്ലാ പോരാളുള്ള എല്ലാ കഴിവും എല്ലാം ഉണ്ട്, തടിയാലും വഴിയാലും മുതലാലും ഒക്കെ കഴിവുമുണ്ട്. അങ്ങനെ ഹജ്ജിന് പോകുന്നത്, അപ്പോൾ അവന് മുസ്തഖിറായി, അവന് ചെയ്യേണ്ട ആളായി, ഹജ്ജ് ചെയ്യേണ്ട ആളായി. ഈ ഹജ്ജിന് പോന്നപ്പോൾ, ആദ്യത്തെ ഹജ്ജിന് പോന്നപ്പോഴാണ് തടഞ്ഞത്. എന്നാൽ അങ്ങനത്തെ ഹജ്ജാണെങ്കിൽ ഖളാ പോലെയും, ഖളാ ആദ്യത്തെ ഹജ്ജിന് പോയിന്, പക്ഷേ ആദ്യത്തെ ഹജ്ജ് ശരിയായില്ല, ആദ്യത്തെ ഹജ്ജിൽ എന്തോ പ്രശ്നം വന്നിട്ടുണ്ട്, അല്ലെ പിന്നെ അറഫയിൽ നിൽക്കാൻ പറ്റിയിട്ടില്ല, അങ്ങനെ എന്തായി, ഇപ്പോൾ എന്താക്കണം, ഖളാ വീട്ടണം. ആ ഖളാൻ്റെ ഹജ്ജാണ്, അല്ലെ നേർച്ചയാക്കിയ ഹജ്ജാണ്, നേർച്ചയാക്കിയാണ് ഞാൻ ഈ കൊല്ലത്തെ ഹജ്ജിന് പോവും, നേർച്ചയാക്കി. അപ്പം ഇതൊക്കെ നിർബന്ധമാണല്ലോ. ഇങ്ങനത്തതാണെങ്കിൽ ബക്കയപ്പി ദിമ്മത്തി, അവൻ്റെ ദിമ്മത്തിൽ അവിടെ അത് ശേഷിക്കുന്ന അത്ര, അവൻ്റെ ഫർള വീട്ടേണ്ടി വരും എപ്പോഴും പോയിട്ട്. അല്ലാതെ ഈ പോയതിന് ഖളാ വീട്ടേണ്ട ആവശ്യമില്ല, ഈ പോയത് ഖളാ ആകൂല. ഈ പോയി തിരിച്ചു പോന്നല്ലോ, അത് പോയി ഖളാ വീട്ടേണ്ട ആവശ്യമില്ല. ഓൻ്റെ മേലിൽ ഹജ്ജ് നിർബന്ധമായിക്കണമെങ്കിൽ ചെയ്താൽ മതി. ഖളാ ആയിട്ടോ അല്ലെങ്കിൽ ഇസ്ലാമിക ഫർളായ ഹജ്ജ് ആയ നിലക്കോ, അല്ലെങ്കിൽ നേർച്ചയാക്കിയതാ നിലക്കോ അവനുണ്ടെങ്കിൽ അവൻ്റെ ഉത്തരവാദിത്തത്തിൽ അത് അവിടെ ഉണ്ടാവും മാത്രം, അവൻ്റെ കയ്യിൽ നിന്ന് പോകൂല, അവൻ്റെ പെരടിയിൽ അവിടെ ഉണ്ടാവും. അത് ചെയ്ത് തീർക്കുമ്പോഴേ അത് എന്താവുള്ളൂ, ഉത്തരവാദിത്തത്തിൽ നിന്ന് പോവുള്ളൂ. അല്ലാതെ പോയ ഹജ്ജ് എന്താക്കേണ്ട ആവശ്യമില്ല, ഖളാ വീട്ടേണ്ട ആവശ്യമില്ല. ബഖിയ ദിമ്മത്തി. അപ്പോൾ ഫൈൻകാന നുസ്കു ഫർളൻ, നോക്കണം, അവൻ്റെ നുസ്ക് ഫർളാണെങ്കിൽ, ഹജ്ജ് ഫർളാണെങ്കിൽ, മുസ്തഖിറായത്, അല്ലെങ്കിൽ അവൻ്റെ മേലിൽ സ്ഥിരമായ, അവൻ്റെ എല്ലാ അത്യാവശ്യമായ എന്താണ് ഫർളാണെങ്കിൽ, ഹജ്ജത്തുൽ ഇസ്ലാം പോലെ ബഅദ സിനത്തിൽ ഊല, 1-ാം കൊല്ലത്തിൻ്റെ ശേഷം, 1-ാം കൊല്ലത്തിലല്ല, 1-ാം കൊല്ലത്തിൻ്റെ ശേഷം, മിൻ സിന്നയിൽ ഇംകാൻ, സാധ്യമാവുന്ന വയസ്സ്, ആ വയസ്സെന്ന് ആദ്യത്തെ കൊല്ലമൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം, അപ്പോൾ 16 വയസ്സൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം അവനെന്താണ്, അവന് പൈസേൻ്റെ എല്ലാ ഒരുക്കങ്ങളും ആയിട്ടുണ്ട്. എന്നാൽ അതുപോലെ വലിയ സ്ഥിരമായ ഹജ്ജ് വേണ്ടതാണ്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ ബഖിയഫി ദിമ്മത്തിഹി, കേട്ടോ, അവൻ്റെ ദിമ്മത്തിലവിടെ ശേഷിക്കും. കമാലോ ഷറാഫി സലാത്തി ഫർളിൻ, ഫർളിസ്കാരത്ത് പ്രവേശിച്ചു, ദൂറിസ്കാരത്തിനോട് പുറപ്പെട്ടു, വലം എത്തിമാന് പൂർത്തിയാക്കാൻ പറ്റിയില്ല, എന്തോ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുക എന്തൊക്കെയായി, എന്നാ തൊക്കാഫി ദിമ്മത്തി, ദൂറിസ്കാരം നിസ്കരിച്ച് വീട്ടേണ്ടി വരും കേട്ടോ. അല്ലാതെ ഇത് ഇപ്പോൾ ഈ നിസ്കരിച്ചത് ഖളാ വീട്ടുക എന്നുള്ള നിലക്ക് അല്ല, അത് അവൻ നിസ്കരിച്ച് വീട്ടേണ്ടി വരും, ഉത്തരവാദിത്തത്തിൽ അവിടെ ഉണ്ടാകും.
എന്നേ ഉള്ളൂ. കമാലോ ഷറാബി സ്വലാത്തി ഫർദിൻ ഫർദ് നിസ്കാരത്തിൽ പ്രവേശിച്ചു, വലം എത്തിമ്മ പൂർത്തിയാക്കിയില്ല, നാത്തബുക്കാഫി ദിമ്മത്തി അങ്ങനെ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിൽ അവൻ്റെ ദിമ്മത്തിലായിട്ട് അവിടെ എന്താവുന്നതാണ് ശേഷിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഹജ്ജും അവിടെ അവനെ ശേഷിക്കുന്നതാണ്. അവ വൈറ മുസ്തക്ക അല്ലേ, ഓന് ഫർദ് എന്തായിട്ടില്ല, ഫർദായിട്ട് ആയിട്ടില്ല, ഇപ്പോൾ 15 വയസ്സാണ്ട് ആയിട്ടുള്ളൂ. പക്ഷെ ഇനി അതിൻ്റെ എല്ലാം കഴിവും ഇതൊക്കെ വേണ്ടേ, അതിൻ്റെ എല്ലാ പൈസകളും മറ്റേത് എല്ലാ ചാൻസുകളും വേണ്ടേ. അങ്ങനെയാണെങ്കിൽ ഹജ്ജത്തുൽ ഇസ്ലാമി, ഹജ്ജത്തുൽ ഇസ്ലാം പോലെ വൈറു മുസ്തഖറിനിക്ക് ഉദാഹരണം പറയുന്നത് ഇസ്ലാമികമായ ഹജ്ജ്, അഞ്ചാമത്തെ ഫർളായ ഹജ്ജ് ഫിസ്സനത്തിലൂല 1-ാം കൊല്ലം തന്നെ മീൻസിൻ്റെ ഇംകാൻ്റെ ആ വയസ്സായി, അതിൻ്റെ സാധ്യമാവുന്ന വയസ്സായിക്കണ്. പക്ഷെ ഇനി എന്താ ഇല്ല, അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളൊന്നും ആരും അതിൻ്റെ മേലെ സ്ഥിരമായിട്ടൊന്നുമില്ല, അതിൻ്റെ വയസ്സായിട്ടുള്ളൂ. ഇങ്ങനെ ആണെങ്കിൽ എഴുത്തബിറത്തിൽ ഇസ്തിത്തായത്ത് എന്താണെന്നാണ് എത്തിബാർ ചെയ്യുന്നതാണ് ബാദു അതിൻ്റെ ശേഷം കേട്ടോ, ഈ സവാലിൻ്റെ ശേഷം ബാദ സവാലിൽ നിസാരി. അപ്പോൾ എഴുത്തിബിറത്തിൽ ഇസ്തിത്തായത്തിന് എന്താക്കും പരിഗണിക്കപ്പെടും. അവിടെ ഇസ്തിത്തായത്തൂടെ ഉണ്ടോ നോക്കും. ഇപ്പോൾ അവനൊക്കെ 15 വയസ്സായിട്ട് അതിൻ്റെ ഇംകാൻ്റെ വയസ്സായിട്ടുള്ളൂ. ഇനി ഇംകാൻ്റെ വയസ്സായപ്പോൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഇംകാൻ്റെ വയസ്സാവുന്നതോട് നിർബന്ധമാണില്ലല്ലോ. അപ്പോൾ അത് എന്താണ്, ആ ഇൻകാൻ്റെ വയസ്സായ അവിടെ എന്ത് പരിഗണിക്കും, എത്തിപ്പിറത്തിൽ ഇസ്തിത്തായത്ത് വേണം. ബാദു അതിൻ്റെ ശേഷം ബാദ സവാലിൽ ഈസാർ കഴിഞ്ഞ ശേഷം കേട്ടോ. ഈസാറിൻ്റെ 15 വയസ്സായവിടേക്കിനാണോ അവൻ ഹജ്ജിന് പോയത്, എന്തോ ചാൻസ് കിട്ടിയപ്പോൾ പോയതാണ്. അവനതിൽ നിർബന്ധമായിട്ടൊന്നുമില്ല അങ്ങനത്തെ ഹജ്ജ്. അവിടെ എത്തിബാർ ചെയ്യും. ഇസ്തിത്തായത്ത് ഉണ്ടോ നോക്കും. ഇസ്തിത്തായത്ത് ഉണ്ടായിരുന്നു, അവനെ 15 വയസ്സായപ്പോൾ പൂർത്തിയായപ്പോൾ അല്ല അതിനുള്ള തൻ്റെ അടക്കം ഉള്ള ആളാണെങ്കിൽ അവൻ്റെ ദിമ്മത്തിൽ അവിടെ ഉണ്ടാകും. എപ്പോഴൊക്കെ ചെയ്യുമ്പോൾ സൗകര്യം കിട്ടുമ്പോൾ പോയി ചെയ്യുക. ബാദ സവാലിൽ നിസാരി വജദത്ത് കേട്ടോ. ഏത് ഇസ്തിത്തായത്ത് ഉണ്ടായാൽ വജബ വൈല്ല ബല കേട്ടോ. ഇസ്തിത്തായത്ത് ഉണ്ടെങ്കിൽ പോയി ചെയ്യണം, ഇല്ലെങ്കിൽ ചെയ്യും വേണ്ട. അങ്ങനെയാണ് അവിടുത്തെ കണക്ക്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഹജ്ജ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, ഖളാ വീട്ടേണ്ട ആവശ്യമില്ല. ഇനി വമൻ ഫാത്തുൽ വുഖൂഫ് നഷ്ടപ്പെട്ടു, അറഫി നിൽക്കാൻ പറ്റിയില്ല. അറഫിയിൽ ദുൽ ജംബിൻ്റെ അന്ന് നിൽക്കാൻ പറഞ്ഞല്ലോ, അന്ന് നിൽക്കാൻ പറ്റിയില്ല. അന്ന് എന്തോ പ്ലെയിൻ മിസ്സായിട്ടോ എന്തോ ആയില്ല, അതുകൊണ്ട് അറഫിയിലെത്താൻ കഴിഞ്ഞില്ല. ഒബിഫാത്തി യഫൂത്തുൽ ഹജ്ജു കേട്ടോ. അറഫിൽ നിൽക്കാൻ പറ്റില്ല, ഹജ്ജ് ചെയ്തു കേട്ടോ. അല്ല ഹജ്ജു അറഫാന്നല്ലേ. യഫൂത്തുൽ ഹജ്ജു കമാത്ത കദ്ദമ കഴിഞ്ഞു പോയതുപോലെ മുമ്പത്തെ ക്ലാസ്സിൽ അങ്ങനെ കഴിഞ്ഞു പോയിട്ടുണ്ട് ആ പാഠത്തിൽ കേട്ടോ. ഒബിഫാത്തി യഫൂത്തുൽ ഹജ്ജു, ഹജ്ജ് നഷ്ടപ്പെടും. ഇങ്ങനെ വുഖൂഫ് നഷ്ടപ്പെട്ടാൽ തഹല്ലല, അവനെന്താക്കണം, തഹല്ലുലാണ്. ഇതെന്താണ്, ആളെ മക്കത്തൊക്കെ എല്ലായിടത്തും സ്ഥലത്തെത്തിന്, പക്ഷേ അവൻ എന്താക്കിയില്ല, അറഫി നിൽക്കാൻ പറ്റില്ല. അന്നെന്തോ അർജൻറ്റ് എന്തോ ഒരു പനി വന്നു, അങ്ങനെ ഹോസ്പിറ്റലിൽ പോകേണ്ടി വന്നു. ഹോസ്പിറ്റലിൽ എന്തായാലും അറഫി പോകാൻ പറ്റിയില്ല. എന്നാൽ തഹല്ലല, ഓനെന്താണ്, തഹല്ലുലാവണം. അപ്പോൾ ദുൽഹജ്ജിൻ്റെ അന്ന് അറഫി പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ മക്കത്തെത്തിന് ആള് സ്ഥലത്തൊക്കെ എത്തിന്, പക്ഷേ എന്താണ് എന്നാന്ന് പെട്ടെന്നൊരു തല ചുറ്റലും വീഴും, ഇങ്ങനെയൊക്കെ ബോധക്ഷയാവുക, എന്തോ ഒരു പ്രശ്നമായിട്ട് എന്തായി ഹോസ്പിറ്റലിലായി, നൂറ് ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മറ്റേത് ഹോസ്പിറ്റലിലോ അഡ്മിറ്റായി. എന്നാൽ എന്താ ചെയ്യേണ്ടിഞ്ഞ്? ഇപ്പോൾ വുഖൂഫ് നഷ്ടപ്പെട്ടും ചെയ്തോ. സുബൈൻ്റെ മുമ്പ് എപ്പോഴേയും പോകാൻ പറ്റുകയാണെങ്കിൽ അവിടെ എവിടെയും കൊണ്ടുവന്നാൽ മതി, എന്നാലും മതി. അതിനൊന്നും ചാൻസ് കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം, തഹല്ലല ഐജാദലഹു തഹല്ലുൽ, അവന് തഹല്ലുലാവാം. കാരണം എന്നെ ഫി ബക്കായി മൊഹരിമൻ ഹറജൻ ശദീദ, കാരണം മൊഹരിമായിട്ട് ഇങ്ങനെ നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. യഅ്സുറു ഇസ്തിമാൽ, അതിനെ സഹിക്കാൻ പറ്റാത്ത എന്താണ് പ്രശ്നമാണ് ഇങ്ങനെ ആവുക എന്നുള്ളത്. ഇങ്ങനെ സഹിക്കാൻ പറ്റാത്ത ഇങ്ങനെ പിന്നെ നിബന്ധകാരിയുള്ളത് ഹജ്ജറ്റ് കിട്ടൂല. അപ്പോൾ വേഗം എന്താവുക, തഹല്ലുലാവാൻ പറ്റുമോനെ, അവനാ തഹല്ലുലായാൽ മതി. പെരുന്നാൾക്ക് നേരം പോലത്തിട്ടാണോ കഴിച്ചിലാണ്. അപ്പോൾ സുബൈൻ്റെ മുമ്പ് ഇനി ഫജ്ർ ഉച്ചതിൻ്റെ ശേഷം പിന്നെ പറ്റൂല്ലോ. ഫജറിൻ്റെ മുമ്പ് എപ്പോഴെങ്കിലും പോയാൽ മതി എന്ന് പറഞ്ഞല്ലോ. ഫജറിൻ്റെ ശേഷം പോകാൻ പറ്റൂലല്ലോ. അപ്പോൾ അവൻ എന്ത് ചെയ്യുക, ഇവൻ തഹല്ലുലാവുക നല്ലത്. കാരണം എന്താ, ലിഅന്നഫി ബക്കായിഹി മൊഹരിമായിട്ടോ നിൽക്കുക എന്നുള്ളത് അതിലുണ്ട് ഹറജൻ ശദീദ്, ഭയങ്കര പ്രശ്നമുണ്ട്. യഅ്സുറു ഇസ്തിമാൽ, സഹിക്കാൻ പറ്റാത്ത എന്തുണ്ട്, പ്രശ്നമുണ്ട്. അതുകൊണ്ട് എന്താക്കാം, ഓനെ വേഗം തഹല്ലുലായി കളയാം, സട്ടും കൊണ്ട് മാറ്റാം. എങ്ങനെയാണോ തഹല്ലുലാവേണ്ടത്? ബി തവാഫിൻ, തവാഫ് കൊണ്ട് വേഗം പോയി തവാഫ് ചെയ്യാം. അപ്പോൾ സഅയും ചെയ്യാം, ഹൽക്കും ചെയ്യാം കേട്ടോ. സഅയും ചെയ്യാം, ഹൽക്കും ചെയ്യാം. പിന്നെ എന്താക്കുക, വേഗം പോയിട്ട് എന്താക്കുക, ഹറമക്ക് വിടുക. ഹറമക്ക് വിട്ടിട്ട് എന്താക്കുക, തവാഫ് ചെയ്യുക. തവാഫ് കഴിഞ്ഞ ശേഷം എന്താക്കുക, സഅയും ചെയ്യാം. സഅയ് ചെയ്യുക, എന്നിട്ട് ഹൽക്കും കേട്ടോ. പിന്നെ മുടി കളയും ചെയ്യുക. അതന്നെ, അതായത് ഉംറ അയച്ചാണ്ടാണ്ട് വിടുക.
ആ ഒഫീഹിമ ഇത് രണ്ടിലുണ്ട്. ഈ അൽക്ക് സൈയിലുണ്ട്, ഈ സൈയിലും അൽക്കിലുണ്ട്, കൗലുണ്ട്. അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, അഭിപ്രായമുണ്ട്. അന്നഹുമാലായ ജിബാൻ നിർബന്ധമില്ല, തവാഫ് ചെയ്താൽ മതി, തവാഫ് ചെയ്താൽ മതി. അന്നഹുമാലായ ജിബാനി പി തഹല്ലുൽ, തഹല്ലുൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ബിലാൻ അല അന്നൽ ഹൽക്ക ലൈസ ബി നുസ്കിൻ, ഏത് അതിൻ്റെ മേലെടുത്തിട്ട് ഈ ഹൽക്ക് എന്നുള്ള നുസ്ക് പെട്ടതല്ല എന്നുള്ള അഭിപ്രായ പ്രകാരം അപ്പം ഈ പറഞ്ഞത് കേട്ടോ. അന്നഹുമാലായ ജിബാന് നിർബന്ധമില്ല എന്ന് പറഞ്ഞതാണ്. പി തഹല്ലുൽ അതൊന്നും നിർബന്ധമില്ല എന്ന് ബിനാൻ അന്നൽ ഹൽക്ക ലൈസ ബി നുസ്കിൻ, ഹൽക്ക് നുസ്കല്ല എന്നുള്ള അഭിപ്രായ പ്രകാരം. വനദുറൻ ഇലാ അന്ന സയ്യ, സയ്യ് ലൈസ മിൻ അസ്വാബി തഹല്ലുലി, തഹല്ലുലിൻ്റെ അസ്വാബ് പെട്ടതല്ല എന്നുള്ളത് കൊണ്ടും. അപ്പം ഇതിൽ അഭിപ്രായ വ്യത്യാസം വരുന്നത് എങ്ങനെയാണ്? ഹൽക്ക് ഇതിൽപ്പെട്ടതല്ല, തഹല്ലുലിൻ്റെ ഇതിൽപ്പെട്ടതല്ല, അതായത് നുസ്കപ്പെട്ടതല്ല എന്ന അഭിപ്രായം ഉണ്ട്. അഭിപ്രായ പ്രകാരമാണ്. പിന്നെ സയ്യും അതിൽപ്പെട്ടതല്ല എന്ന അഭിപ്രായം ഉണ്ട്. എങ്ങനെ? കാരണം ലീജിസായിഹി കബലൽ വുക്കൂഫി, കാരണം വുക്കൂഫിൻ്റെ മുമ്പ് തന്നെ നടത്താലോ അല്ലേ? വുക്കൂഫിൻ്റെ മുമ്പ് തന്നെ ഇപ്പം ഞാൻ ഹജ്ജിന് മക്കയിലാണ്ട് എത്തിയിടേക്ക് തന്നെ തവാഫ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ സൈ ചെയ്യാലോ. അതിന് വുക്കൂഫിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. വുക്കൂഫിൻ്റെ മുമ്പ് തന്നെ അതെന്താക്കും, നടത്താൻ പറ്റിയതിന് വേണ്ടി, ഇജ്സായി അത് മതിയായതിന് വേണ്ടി, ഖബറുൽ വുഖൂഫി അഖബ തവാഫിൽ ഖുദൂമി, ഖുദൂമിൻ്റെ തവാഫിൻ്റെ ഉടനെ അത് മതിയായതിന് വേണ്ടി. വൽ കലാമു ഫീ മൻ ലം യതഖദ്ദം മിന്നു സയ്യൻ, സയ്യ് മുന്താത്തോനിലായി വർത്താൻ കേട്ടോ. വൽ കലാമു, ഈ സംസാരം ഉള്ളത് ഇവിടെ അറിയോ? ഫീമൻ ഒരുത്തനിലാണ്, ലം യതഖദ്ദം മിന്നു സയ്യം കേട്ടോ. സയ്യ് മുന്താത്തതിനാണോ ചെയ്യണ്ടേ എന്നുള്ള പ്രശ്നം വരുന്നത്. ഫമൻസായ അഖിബ തവാഫിൽ കുദൂമി, ആരെങ്കിലും കുദൂമിന്റെ തവാഫിന്റെ ഉടനെ സയ്യ് ചെയ്തണമെങ്കിൽ ലാ യഹ്താജു ഫീ തഹല്ലുലി ഇലാ സയ്യിൻ, ഓന്റെ തഹല്ലുലിന് ഇപ്പൊ സയ്യിന്റെ ആവശ്യമില്ലല്ലോ, സയ്യിന്റെ ആവശ്യമില്ല അവന്റെ ഇതിൽ. അപ്പൊ ഈ സയ്യ് ചെയ്യാത്തവനിലാണോ ചെയ്യണ്ടേ എന്നുള്ള അഭിപ്രായ വ്യത്യാസം വരുന്നത്. അപ്പൊ അതാണ് വൽ കലാമു, സംസാരമുള്ളത് ഫീമൻ ഒരുത്തനിലാണ്, ലം യതഖദ്ദം മിന്നു സയ്യൻ, സയ്യ് അവൻ്റെ നിന്നുണ്ടായിട്ടില്ല കേട്ടോ. സയ്യ് കുദൂമിന്റെ തവാഫിന്റെ ശേഷം സയ്യ് ചെയ്യാത്തവനായിട്ടാണ് ഈ സംസാരമുള്ളത്. ഫമൻസായ, ആരെങ്കിലും സയ്യ് ചെയ്തെങ്കിൽ ആക്കബ തവാഫിൽ കുദൂമിന്റെ തവാഫിന്റെ ഉടനെ ആരെങ്കിലും സയ്യ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആയത്താജു ഫീ തഹല്ലുലി, അതിന്റെ തഹല്ലുലിലേക്ക് ആവശ്യമില്ല, സയ്യിന്റെ സയ്യിന്റെ ആവശ്യമില്ലല്ലോ. വഅലൈഹി ദമും, ദമുണ്ട്, ദമ്മ് കൊടുക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ശേഷം വരുന്നുണ്ട്, നിർബന്ധമാണ് എന്ന് പറയുന്നുണ്ട് അല്ലെ. വുക്കൂഫ് ഇഷ്ടപ്പെട്ടവന്, അർപ്പി നിൽക്കാൻ പറ്റാത്തവന്, അവൻ എന്തുണ്ട്? ദമ്മുണ്ട്. വൽ ഖളാഉ, ഖളാവുണ്ട്, ഖളാവ് കിട്ടും വേണം. മറ്റവന്റെ മാതിരി, ഇസാർ ചെയ്തവന്റെ മാതിരിയല്ല, ഇവന്റെ മേലിൽ ഖളാവുണ്ട്, ദമ്മുണ്ട്. ലിൽ ഹജ്ജിൽ ലദീ ഫാതഹു ബി ഫവാത്തിൽ വുഖൂഫി, വുഖൂഫ് നഷ്ടപ്പെടുത്തിയ ഹജ്ജ്, ആ ഹജ്ജിന് എന്താക്കണം? ഖളാവ് കിട്ടണം. അലൈഹി ദമൻ വൽ ഖളാഉ, ഖളാവുണ്ട്, ദമുണ്ട്. ലിൽ ഹജ്ജിൽ ലദീ, ഒരു ഹജ്ജിനോ ഖളാവ് കിട്ടും വേണം, ഫാതഹു അത് നഷ്ടപ്പെട്ടിരിക്കുന്നു, ബി ഫവാത്തിൽ വുഖൂഫി, വുഖൂഫ് നഷ്ടപ്പെടൽ കൊണ്ട്, തത്വവാൻ കാന ഔ ഫർളൻ, ഏത് ഹജ്ജാട്ടെ, ഫർളാട്ടെ സുന്നത്താട്ടെ, ഏത് ഹജ്ജായാലും പോയിട്ട് വീട്ടിൽ കൊള്ളണം. തത്വവാൻ കാന ഔ ഫർളൻ. വഅബ്ബറ ഫി റൗളത്തി, റൗളയിൽ ഇബാറത്തിട്ടു കാസിലി ആസിർ റൗളമാരി തന്നെ, മുഹറമാരി തന്നെ, ബി അന്നൽ ഫർള യബ്ഖാ ഫി സിമ്മത്തിഹി കേട്ടോ. ഫർള അവന്റെ സിമ്മത്തിൽ ഉണ്ടാവും എന്നാണ് എവിടെയുള്ള ഇബാറത്ത്? അസിർ റൗളയിലും മുഹററിലും ഒക്കെ നോക്കിയാൽ കാണുന്ന ഇബാറത്ത് ഇതാണ്. ബി അന്നൽ ഫർള യബ്ഖാ ഫി സിമ്മത്തിഹി. സുമ്മൽ ഖളാഉ, പിന്നെ ഇനി ഖളാവ് വീട്ടണം എന്നാണ്. ഈ ഖളാവ് എപ്പോഴെങ്കിലും വന്ന് വീട്ടിയാൽ മതിയോ? അലൽ ഫൗർ, ഉടനെ വീട്ടിക്കൊള്ളണം. അൽ ഫൗർ ഫില്ലാ സഹി, അസഹായ പ്രാർത്ഥന, പെട്ടെന്ന് അടുത്ത കൊല്ലം തന്നെ വേഗം എന്താക്കണം? പാസ്സാക്കിക്കൊള്ളണം, ഹജ്ജിന് പണം കെട്ടിക്കൊള്ളണം, ഹജ്ജിന് ഒരുങ്ങിക്കൊള്ളണം. അൽ ഫൗർ അസഹായ പ്രകാരം അങ്ങനെയാണ്. വൽ അസ്ലു ഫീ ദാലിക കുല്ലിഹി, ഇതെല്ലാത്തിലുള്ള അസ്ല്, അടിസ്ഥാനം കേട്ടോ. മുമ്പാത്തൊരു തഹല്ലല എന്നൊക്കെ പറഞ്ഞതല്ല. അങ്ങനെ ഈ ഇതിലൊക്കെ ഇപ്പൊ ഈ ഇത്രയും നമ്മൾ പറഞ്ഞ കാര്യത്തിലുള്ള തെളിവ് എന്താണ്? തെളിവാണ്ട്, വെറുതെ അങ്ങനെ പറഞ്ഞാൽ മതിയോ? അതിലുള്ള തെളിവ് മാ റവാഹു മാലിക്കുൻ, മാലിക് ഇമാം റിപ്പോർട്ട് ചെയ്ത ഒന്നാണ്. മുഅത്തയിലാണ് റിപ്പോർട്ട് ചെയ്തത്. സഹീഹ് ഹദീസ് കൊണ്ടാണ്. സഹീഹ് ഹദീസ് എന്ന് ആര് പറഞ്ഞൊക്കെ മാക്കാലോഫി ഷറൽ മുഅദ്ദിബ്, മുസന്നിഫ് ഷറൽ മുഅദ്ദിബ് പറഞ്ഞ നമ്മളെ അഭിപ്രായം എന്നല്ല കേട്ടോ. അപ്പം വൽ അസ്ലു ഫീ ദാലിക, ഇതിൻ്റെ അസ്ല്, അടിസ്ഥാനം, തെളിവ് എന്താണ്? എല്ലാത്തിനും ഇപ്പം ഈ പറഞ്ഞതിൻ്റെയൊക്കെ മാ റവാഹു മാലിക്കും, ഇമാം മാലിക് റിപ്പോർട്ട് ചെയ്ത ഒന്നാണ്. എവിടെയും റിപ്പോർട്ട് ചെയ്തത്? മുഅത്തയിൽ റിപ്പോർട്ട് ചെയ്തതാണ്. എങ്ങനെ റിപ്പോർട്ട് ചെയ്തത്? സഹീഹ് ഹദീസോടുകൂടെ റിപ്പോർട്ട് ചെയ്തതാണ്. അത് ആരേ പറഞ്ഞത്? കമാ ഖാലു ഫീ ഷറൽ മുഅദ്ദിബ്, മുസന്നിഫ് പറഞ്ഞ തന്നെ ഷറൽ മുഅദ്ദിബിൽ, അല്ല നമ്മളെ സ്വന്തം അഭിപ്രായം എന്നല്ല.
എന്താണ് പറഞ്ഞത്? ഇന്ന ഹബ്ബാർ ബിനുൽ അസ്വദ് എന്ന ആള് ജാ യൗമന്നാരി പെരുന്നാൾ ദിവസം വന്നു. ഹബ്ബാർ ബിനുൽ അസ്വദ് എന്ന ആള് പെരുന്നാളിൻ്റെ അന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു എന്നൊരു അതി ഇറക്കണ നേരത്താ പിന്നെ മിനിയിൽ വെച്ചാണ് ഇങ്ങനെ അറവ് അടുത്താണ് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതിൻ്റെ അടുത്ത് വന്നിട്ട് ഹബ്ബാർ ബിൻ അസ്വദ് ഇങ്ങോട്ട് വരുന്നുണ്ട്. വന്നിട്ട് എന്താ പറഞ്ഞത്? ഇപ്പൊ കാലേ അയാൾ പറയാണ്, യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനീനെ അത് ഞങ്ങൾ എണ്ണം പേച്ചു, ഞങ്ങൾ മാസത്തിന്റെ എണ്ണം കൂട്ടിയത് വെച്ചു. അപ്പോൾ 1-ാം തീയതി കൂട്ടിയത് 30ആണ്, പിന്നെ 2-ാം തീയതി കൂട്ടി 1-ാം തീയതിയാണ്. ഇങ്ങനെ വന്ന് നോക്കുമ്പോ എന്താണ്? അപ്പൊ ജാ യൗമന്നഹരി ഉമർ ഇബ്നുൽ ഖത്താബ് എന്നറു അതിയു ഫഖാല യാ അമീറുൽ മുഅ്മിനീൻ അഖ്തനൽ അദ്ദു വകുന്ന നളുന്നു അന്ന ഹാദൽ യൗമ യൗമ അറഫ. ഇന്നാണ് അറഫാ ദിവസം എന്നാ ഞങ്ങൾ മനസ്സിലാക്കിയത്, ഞങ്ങൾ എണ്ണം പേച്ചല്ലോ കേട്ടോ, ഞങ്ങൾ മാസം കണക്കൂട്ടി പേച്ചു. ആര് പറഞ്ഞ? അബ്ബാർ വന്നിട്ട് പറയാണ്, അബ്ബാർ ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു എന്ന് പറയാണ്, ജാ വന്നു യൗമന്നഹരി പെരുന്നാൾ ദിവസം. ഉമർ ഖത്താബ് എന്താ പണിയാ അറിയോ? എന്നൊരു അതി ഇറക്കുകയാണ്. ഫഖാല യാ അമീറുൽ മുഅ്മിനീൻ, അമീറുൽ മുഅ്മിനായവരെ അഖ്തനാലദ്ദു, ഞങ്ങൾ എണ്ണം പേച്ചല്ലോ. കുന്നാ നളുന്നു, ഞങ്ങൾ ഊഹിച്ചത് എന്നെ ആദല്ലോ ഇന്ന് ആ യൗമ അറഫയാണ് എന്നാണല്ലോ. പെരുന്നാൾക്ക് വന്നിട്ട് അറവൊക്കെ നടക്കുന്ന നേരത്ത് പെരുന്നാളിൻ്റെ അന്ന് തക്ബീറൊക്കെ എങ്ങനെ കേൾക്കുമ്പോഴാണ് വരുന്നത്, ഞങ്ങൾ ഇന്ന് ദുൽഹജ്ജ് 9 ആണെന്നാണല്ലോ ഇത് ഗണിച്ചത്. അതാണ് അങ്ങനെയല്ലോ ഞങ്ങൾ മനസ്സിലാക്കിയത് എന്ന് ഹബ്ബാർ ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹു പിന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ എന്ന് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ അഖ്തനൽ അദ്ദ് കുന്നാ നളുന്നു അന്ന ഹാദൽ യൗമ യൗമ അറഫ, ഇത് അറഫ ദിവസമാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്. ഫഖാല ലഹു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദ്ഹബ് ഇലാ മക്ക, മക്കയിൽ പോയിക്കോ, ഫതുഫ് ബിൽ ബൈത്ത് കഅബ തവാഫ് ചെയ്തോ, എന്നിട്ട് പിന്നെന്ത് ചെയ്തോ, അൻത വമൻ മഅക, നീയും നിന്റെ കൂടെ ഉള്ളവരും കേട്ടോ. അപ്പൊ എന്താ ഉമർ ഖത്താബ് എന്താ പറഞ്ഞത്? ഞങ്ങള് എന്താണ് ഈ ദിവസം പെരുന്നാൾ ദിവസം പിന്നെ അറഫ ദിവസം എന്നാ മനസ്സിലാക്കിയാണ്. അപ്പൊ പേച്ചു, ഞങ്ങൾ എണ്ണം പേച്ചു, ദിവസം പേച്ചു. ഫഖാല ലഹു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇത് ഹബീല മക്ക, മക്കയിൽ പോവും, ഫതുഫ് ബിൽ ബൈത്തി കഅബ തവാഫ് ചെയ്യ്, അൻത നീയും വമൻ മഅക എന്റെ കൂടെ ഉള്ളവരും, സയ്യും ചെയ്തോളൂ, ബൈന സഫ വൽ മർവ, സഫ മർവന്റെ ഇടയിൽ സയ്യും ചെയ്തോളൂ, വൻഹറു അതായ അതികളൊക്കെ എന്താക്കിയോളൂ, അർത്ഥോളൂ. അതിയാൻ ഇൻകാന മഴക്കും നിങ്ങൾ അധികം കൊണ്ടുവന്നാണ് അധികം അർത്ഥം ചെയ്തോളി. സുമ്മ എല്ലാക്കൂ, പിന്നെന്താക്കിയോളി, മുടി കളഞ്ഞോളി, ഔ ഗസർ അല്ലെങ്കിൽ വെട്ടാനുള്ളവർ വെട്ടിക്കോളി, കളയാനുള്ളവർ കളഞ്ഞോളി. സുമ്മറിജു, പിന്നെ നിങ്ങൾ പോയിക്കോളി, വീട്ടിൽ പോയിക്കോളി. ഇതാക്കാൻ ആമും കാബിൽ അടുത്ത കൊല്ലം വന്നാൽ ഫഹജു, ഹജ്ജ് ചെയ്തോളി, വഹദു അധികം കൊടുത്തോളി, ഫമല്ലം യജിദ് ഫസിയാമു സലാസത്തി അയ്യാം, അധികക്ക് കഴിയാത്തവൻ 3 ദിവസം നോമ്പ് പറ്റോളി ഹജ്ജില്. വസബഅത്തുൻ ഇദാ റജഅ, നിങ്ങൾ പോയ നാട്ടിലെത്തിയാൽ 7 നാട്ടിൽ നിന്ന് പറ്റോളി. വസ്തഹറ ദാലിക ഫി സഹാബത്തി വലം യൻകറു, അവര് പിന്നെന്തായാലും ഇത് പ്രസിദ്ധമായി, ഈ ഹദീസ് എന്തായി പ്രസിദ്ധമായി ആരടിയിൽ? സഹാബത്തിന്റെ അടിയിൽ. വലം യൻകറു കേട്ടോ, വലം യൻകർ, ആരും ഇതിനെന്താക്കിയിട്ടില്ല, നിഷേധിച്ചിട്ടില്ല. വല്ലാഹു അലം. അപ്പൊ അതാണ് ഇതിന്റെ അടിസ്ഥാനം. എന്താണ്? ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവോട് എന്ന് ചോദിച്ചാൽ പിന്നെ ഹബ്ബാർ ബിൻ അൽ അസ്വദ് വന്നോട് പറഞ്ഞു, ഞങ്ങൾ ദിവസം വെച്ചുപോയി, ഞങ്ങളിന്ന് ദുൽഹജ്ജ് 9 മനസ്സിലാക്കിയത്, അറഫയിലേക്ക് നമുക്ക് പറ്റിയില്ല, എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കഅബക്ക് ഇട്ടോളി, എന്നിട്ട് എന്താക്കിയോളി, നിങ്ങൾ തവാഫ് ചെയ്തോളി, സഅയും ചെയ്തോളി, മുടിയും കളഞ്ഞോളി, കളയുന്നോല് കളഞ്ഞോളി, വെട്ടുന്നോല് വെട്ടിക്കോളി, എന്നിട്ട് നിങ്ങൾ നാട്ടിൽ പോയിക്കോളി, വീട്ടിൽ പോയിക്കോളി. ഇതാക്കാൻ അടുത്ത കൊല്ലം പിറ്റത്തെ കൊല്ലം വന്നാൽ ഫഹജ്ജു, നിങ്ങൾ ഹജ്ജ് ചെയ്തോളി, വഹ്ദു അധികം കൊടുത്തോളി, ഫമല്ലം യജിദ്, അങ്ങനെ അധികം കൊടുക്കാൻ കഴിയാത്തവര് ഫസിയാമു സലാസത്ത് ചെയ്യാം, 3 ദിവസം നോമ്പ് പറ്റോളി. പിന്നെ ഫിൽ ഹജ്ജ്, ഹജ്ജില് സബഅത്തുൻ, 7 ഇദാ റജഅ, മടങ്ങിയ വീട്ടിലെത്തിയാൽ അല്ലെങ്കിൽ ഹജ്ജിൽ നിന്ന് വിരമിച്ചാൽ നിങ്ങൾ എന്തായിക്കോളി, 7 അങ്ങനെ നോറ്റോളി. വസ്തഹറ ദാലിക, ഈ ഹദീസ് സൂറത്തായി എന്തായി പ്രസിദ്ധമായി. ഈ സഹാബക്കളുടെ ഇടയിൽ വലം യൻകർ, ആരെന്തായിട്ടില്ല അതിനെ ഇങ്ങനെ നബി അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ആരും ഇൻകാർ ചെയ്തിട്ടില്ല. വല്ലാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.